ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗ്യൂട്ടറസ്. രാജ്യത്തെ ഇന്ധന ലഭ്യത വിലയിരുത്തുന്നതിനായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പ്രാദേശിക ഉപഭോക്താക്കൾക്കും അവശ്യ സേവനങ്ങൾക്കും വിതരണത്തിൽ പ്രഥമ പരിഗണന നൽകണമെന്ന് നിർദ്ദേശം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പൊതുപ്രചാരണം പുരോഗമിക്കുന്നു. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. LDF UDF താരപ്രചാരകരും രംഗത്ത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL-ൽ കൊൽക്കത്തയ്ക്കെതിരെ ഹൈദരാബാദിന് ജയം. ഇന്ന് ചെന്നൈ പഞ്ചാബ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് പാസാക്കിയ ജൻ വിശ്വാസ് ഭേദഗതി ബില്ല് രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൌരന്മാരെ ശാക്തീകരിക്കുന്നതിനോടൊപ്പം കാലഹരണപ്പെട്ട നിയന്ത്രണങ്ങൾ നീക്കം ചെയ്ത് വിശ്വാസ്യതയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് പുതിയ ഭേദഗതികൾ. കെട്ടിക്കിടക്കുന്ന കേസുകളിൽ അതിവേഗ പരിഹാരവും ബില്ല് ഉറപ്പുവരുത്തുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡുറോവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. വ്യാപാരം, കണക്ടിവിറ്റി എന്നീ മേഖലകളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ നടന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഫലം നടപ്പിലാക്കുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളും മറ്റ് ആഗോള വിഷയങ്ങളും വിലയിരുത്തി കേന്ദ്രമന്ത്രി S. ജയശങ്കറും റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡുറോവും ന്യൂഡൽഹിയിൽ ഇന്നലെയാണ് ചർച്ച നടന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ UK വിദേശകാര്യ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തു. ഒരു റിപ്പോർട്ട്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള തടസ്സമില്ലാത്ത ഗതാഗതത്തിന്റെ പ്രാധാന്യം വിദേശകാര്യ സെക്രട്ടറി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. മനുഷ്യർക്ക് ദുരിതവും സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇസ്രായേലും ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും ഇറാൻ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UAE ലക്ഷ്യമിട്ട് പുതിയ വ്യോമാക്രമണ പരമ്പരയ്ക്ക് ഇന്നലെ ഇറാൻ തുടക്കമിട്ടു. 19 ബാലിസ്റ്റിക് മിസൈലുകളും 26 ഡ്രോണുകളും തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇന്നലെ ഇറാഖിൽ നടന്ന വ്യോമാക്രമണത്തിൽ 3 പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് അംഗങ്ങളും 2 ഇറാഖി പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ 24 മണിക്കൂറും നിരീക്ഷിച്ചു വരികയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന മന്ത്രിമാരുടെ 2ാം അനൌദ്യോഗിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരന്തരം മാറ്റം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഏത് സാഹചര്യത്തെയും കൃത്യമായ രീതിയിൽ നേരിടേണ്ട ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ഇന്ധന ലഭ്യത വിലയിരുത്തുന്നതിനായി സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുമായും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുമായും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി നീരജ് മിറ്റൽ ഇന്നലെ ചർച്ച നടത്തി. പ്രാദേശിക ഉപഭോക്താക്കൾക്കും അവശ്യ സേവനങ്ങൾക്കും വിതരണത്തിൽ പ്രഥമ പരിഗണന നൽകണമെന്ന് യോഗത്തിൽ ശ്രീ മിറ്റൽ ചൂണ്ടിക്കാട്ടി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പടരാതിരിക്കാനും പൂഴ്ത്തിവയ്പ് തടയാനും സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ശ്രീ മിറ്റൽ വ്യക്തമാക്കി. വിശാഖപട്ടണത്ത് ഇന്നു നടക്കുന്ന ആധുനിക യുദ്ധക്കപ്പൽ താരാഗിരിയുടെ കമ്മീഷനിംഗ് ചടങ്ങിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ഇന്ത്യയുടെ കിഴക്കൻ സമുദ്രാതിർത്തിയുടെ പ്രാധാന്യമാണ് ഇത് ഉയർത്തിപ്പിടിക്കുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആത്മനിർഭർ ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനോടൊപ്പം നാവികസേനയുടെ യുദ്ധസന്നദ്ധതയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുക എന്നതും ദൌത്യത്തിന്റെ ലക്ഷ്യമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ക്രിസ്തുമത വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിനമാണ് ദുഃഖവെള്ളി. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയുമുണ്ടാകും. യേശുദേവന്റെ അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ഞായറാഴ്ചയാണ് ഈസ്റ്റർ. 5 ദിവസത്തെ പൊതുപ്രചാരണം മാത്രം അവശേഷിക്കെ പഴുതടച്ചുള്ള നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്ന തിരക്കിലാണ് സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. എല്ലാ മുന്നണികളുടെയും പ്രകടന പത്രികകൾ പുറത്തു വന്നതോടെ സംസ്ഥാനത്ത് പ്രചാരണ വേദികളിലെ ചർച്ചകൾക്ക് ചൂടേറുകയാണ്. നേരത്തെ പുറത്തിറക്കിയ NDA പ്രകടന പത്രികയ്ക്ക് പുറമെ UDFും LDFും ഇന്നലെയാണ് തങ്ങളുടെ പത്രികകൾ പുറത്തിറക്കിയത്. NDA പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ JP നദ്ദ അടക്കമുള്ള ദേശീയ നേതാക്കളാണ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത്. വാമനപുരം മണ്ഡലത്തിലെ LDF പ്രചാരണ പരിപാടികളിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ദീപേന്ദർ സിംഗ് കൂട തിരുവനന്തപുരത്ത് UDF പ്രചാരണ പരിപാടികൾ പങ്കെടുക്കും. BJP മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് പുതുച്ചേരിയിലെത്തും. വൈകിട്ടോടെ പുതുച്ചേരിയിലെത്തുന്ന ശ്രീ മോദി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തിരുവല്ലയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയം മുതൽ ചങ്ങനാശ്ശേരി NSS കോളേജ് വരെയുള്ള പ്രദേശങ്ങളിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കിള്ളിപ്പാലം മുതൽ കരമന വരെയാണ് റോഡ് ഷോ. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാണ്. ഇത്തവണ മാഹി മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മാഹി മണ്ഡലത്തിൽ ആകെ 30,237 വോട്ടർമാരാണുള്ളത്. 31 പോളിംഗ് ബൂത്തുകളാണ് മാഹിയിൽ സജ്ജമാക്കുന്നത്. ഐക്യ മതേതര പുരോഗമന സഖ്യം സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ രമേശ് പറമ്പത്തും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി T അശോകുമാറും NDA സ്ഥാനാർത്ഥിയായി A ദിനേശനുമാണ് മത്സരരംഗത്തുള്ളത്. മുസ്ലിം ലീഗിലെ മുഹമ്മദ് സാമിൽ കാസിമും മത്സരിക്കുന്നുണ്ട്. TVKയുടെ സ്ഥാനാർത്ഥിയും 2 അപരന്മാരും ഉൾപ്പെടെ 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്. കണ്ണൂരിനും കോഴിക്കോടിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന മാഹിയിലെ മുക്കിലും മൂലയിലും വലിയ തോതിലുള്ള പ്രചാരണമാണ് 3 മുന്നണികളും കാഴ്ചവെക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 65 റൺസിന് തോൽപ്പിച്ചു. 227 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 161 റൺസിന് പുറത്തായി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ജമ്മു കശ്മീർ, ലഡാക്ക്, ഡൽഹി, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്ത്, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥാ മുന്നറിയിപ്പ് അടുത്ത 2 ദിവസം തുടരും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൈങ്കുനി ഉത്സവത്തിന് സമാപനം. ആറാട്ട് ഘോഷയാത്രയോടെയാണ് 10 ദിവസത്തെ പൈങ്കുനി ഉത്സവത്തിന് കൊടിയിറങ്ങിയത്. ഘോഷയാത്ര ശംഖുമുഖത്തെത്തിയ ശേഷം വിഗ്രഹങ്ങൾ കടലിൽ ആറാടിച്ചു. തുടർന്ന് വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് തന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീബലിയും കൊടിയിറക്കവും നടന്നു. മിറാൻഡ ഹൌസിലെ വിദ്യാർത്ഥികൾ LPG ക്ഷാമം കാരണം ഭക്ഷ്യ ദൌർലഭ്യത്തെ തുടർന്ന് ഹോസ്റ്റലിൽ പ്രതിഷേധിക്കുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഹോസ്റ്റലിൽ PNG കണക്ഷൻ ഉള്ളതായും കോളേജ് പരിസരത്ത് LPG ക്ഷാമമില്ലെന്നും PIB വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ മാൽഡയിൽ 7 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ സംഭവത്തിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഇന്നലെ പശ്ചിമബംഗാൾ ആഭ്യന്തര സെക്രട്ടറി, DGP എന്നിവരിൽ നിന്ന് സുപ്രീം കോടതി സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗ്യൂട്ടറസ്. രാജ്യത്തെ ഇന്ധന ലഭ്യത വിലയിരുത്തുന്നതിനായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പ്രാദേശിക ഉപഭോക്താക്കൾക്കും ആവശ്യ സേവനങ്ങൾക്കും വിതരണത്തിൽ പ്രഥമ പരിഗണന നൽകണമെന്ന് നിർദ്ദേശം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പൊതുപ്രചാരണം പുരോഗമിക്കുന്നു. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. LDF, UDF താരപ്രചാരകരും രംഗത്ത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPLൽ കൊൽക്കത്തയ്ക്കെതിരെ ഹൈദരാബാദിന് ജയം. ഇന്ന് ചെന്നൈ പഞ്ചാബ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.